വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം ചേരും. ആദ്യം പാലക്കാട്ടേക്കാണ്. പ്രവചനാതീതമാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഫലം. ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലത്തിൽ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ കണക്കുകളിൽ മുന്നണികൾക്ക് ഒരുപോലെ നെഞ്ചിടിപ്പേറുകയാണ്. ആർ ശ്രീജിത്ത്, തനേഷ് തമ്പി, പ്രജിൻ സി കണ്ണൻ എന്നിവർ തത്സമയ വിവരങ്ങളുമായി. ആദ്യം ആർ ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, ഇക്കുറി നമുക്കറിയാം ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുകയാണ്. പാലക്കാട് ഈ കഴിഞ്ഞ കാലയളവിൽ ഒന്നും കാണാത്ത തരത്തിലേക്ക് ശക്തമായ ഒരു പ്രചാരണ കാലയളവ്, പല വിവാദങ്ങൾ. അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ പ്രചാരണം അവസാനിക്കുന്ന അന്ന് വരെ ഓരോ പുതിയ വിവാദമുണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. ഇക്കുറി LDF ക്യാമ്പിൻ്റെ പ്രതീക്ഷ എന്താണ്? അതിൽ വിജയപ്രതീക്ഷ സരിൻ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയും എന്ന് പാർട്ടി നേതൃത്വവും പറയുകയാണ്. അതായത് 2ാം സ്ഥാനത്തേക്ക് എത്തും എന്ന പ്രതീക്ഷ. എന്താണ് LDF ക്യാമ്പിൻ്റെ അവസാന മണിക്കൂറിൽ അവിടെ നിന്ന് തരാനുള്ള വിവരങ്ങൾ? അനുജ, വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ ബാക്കി നിൽക്കുമ്പോഴും LDF ക്യാമ്പിൽ വലിയ പ്രതീക്ഷയുണ്ട്. ഈ LDFിൻ്റെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പ്രകടനത്തെപ്പറ്റി അനുജ സൂചിപ്പിച്ച പോലെ വിജയപ്രതീക്ഷ, ഒരു അമിതമായ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നില്ല CPM നേതൃത്വം. എന്നാൽ സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ വിജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ്. അദ്ദേഹം 50,000-ൽ പരം വോട്ടുകൾ എന്തായാലും സമാഹരിക്കും, അത് വിജയത്തിലേക്ക് എത്താൻ സഹായകരമാകുമെന്ന വിശ്വാസത്തിലാണ് ഡോക്ടർ പി സരിനുള്ളത്. എന്നാൽ CPM നേതൃത്വം 2ാം സ്ഥാനം ഉറപ്പിച്ച് ഉള്ള നീക്കമാണ് നടത്തുന്നത്. എന്നാൽ ഒരു അട്ടിമറി വിജയം ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല എന്നും അവർ കരുതുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ MP രാജേഷ് നേടിയ 44,000 വോട്ടാണ് ഇവിടെ സമീപകാലത്ത് LDFിൻ്റെ ഏറ്റവും മികച്ച പ്രകടനം. ആ പ്രകടനത്തോളം എത്തുന്ന, അല്ലെങ്കിൽ അതിനെ കവച്ചു വെക്കുന്ന ഒരു പ്രകടനം ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് LDF നേതൃത്വം, CPM നേതൃത്വം പ്രകടിപ്പിക്കുന്നത്. എന്നാൽ സ്ഥാനാർത്ഥിയാകട്ടെ വിജയപ്രതീക്ഷ പുലർത്തുന്നുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനമായി നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത് നഗരസഭാ മേഖലയിൽ CPMന് വലിയ തോതിൽ സ്വാധീനമില്ല. നഗരസഭയ്ക്ക് പുറത്തുള്ള 3 പഞ്ചായത്തുകളിലാണ് CPMൻ്റെ സ്വാധീനം ഏറ്റവും കൂടുതലുള്ളത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനം കണ്ണാടി പഞ്ചായത്തിലാണ്. കണ്ണാടി പഞ്ചായത്തിൽ ഒരു മികച്ച ലീഡ് നേടി വന്നാൽ നല്ലൊരു വോട്ട് ശതമാനത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് CPM കരുതുന്നു. മാത്തൂരിലും കണ്ണാടി പഞ്ചായത്തിലുമാണ് CPM ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്നത്. പിരായിരി പഞ്ചായത്തിൽ നിന്നും ഗണ്യമായ വോട്ട് നേടാൻ കഴിയുമെന്നും CPM കരുതുന്നു. എന്തായാലും കണ്ണാടി പഞ്ചായത്ത് അടക്കമുള്ളവയെ ലക്ഷ്യം വെച്ചാണ് CPMൻ്റെ പ്രതീക്ഷ നടത്തി. നഗരസഭയിൽ നല്ലൊരു വിഭാഗം ഇത്തവണ BJPയിൽ നിന്നടക്കം വോട്ട് ചോർന്ന് തങ്ങൾക്ക് ലഭിക്കും. ഒപ്പം കോൺഗ്രസിൻ്റെ അസംതൃപ്തിയുടെ വോട്ടും തങ്ങൾക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് CPM നേതൃത്വം പ്രകടിപ്പിക്കുന്നത്. അങ്ങനെയാണ് 2ാം സ്ഥാനത്തേക്കും ഒരുപക്ഷെ അട്ടിമറിയിലൂടെ 1ാം സ്ഥാനത്തേക്ക് വരാമെന്ന പ്രതീക്ഷ CPM നേതൃത്വവും ഡോക്ടർ പി സരിൻ സ്ഥാനാർത്ഥിയും വെച്ചു പുലർത്തുന്നത്. അതെ, ഇനി നമ്മൾ പോകുന്നത് UDF ക്യാമ്പിലേക്ക്. തനേഷ് തമ്പി ഏറ്റവും പുതിയ വിവരങ്ങളുമായി. തനേഷ്, UDF ക്യാമ്പിൽ നമുക്കറിയാം ഈ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കണക്കുകൂട്ടലുകളൊക്കെ കഴിഞ്ഞ് അവർ പറയുന്നത് 8,000 മുതൽ 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലുള്ള വിജയം എന്നുള്ളതാണ്. ഈ വിവാദങ്ങൾ ഒന്നും ബാധിക്കില്ല, പകരം ശക്തമായ ഭരണവിരുദ്ധ വികാരം, പാലക്കാട്ടെ കർഷകരുടേതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം തങ്ങൾക്ക് തുണയാകും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇവിടെ സ്ഥാനാർത്ഥി ഭൂരിപക്ഷം പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏതായാലും UDF ക്യാമ്പിന്റെ അവസാന മണിക്കൂർ പ്രതീക്ഷ. അനുജ, ഏറ്റവും അധികം പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് UDFിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട്ടേത്. അതുകൊണ്ട് തന്നെ പല വിവാദങ്ങളും ഉയർന്നപ്പോൾ അതിൻ്റെയൊക്കെ മുന നീണ്ടത് UDFിലേക്കായിരുന്നു. പക്ഷേ അതൊന്നും തങ്ങളെ ഏശിയിട്ടില്ല എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ UDF ക്യാമ്പ് ഉള്ളത്. വിജയം ആവർത്തിക്കും. മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വോട്ടിന് ഇവിടെ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച് കയറും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് UDF ക്യാമ്പ് പങ്കുവെക്കുന്നത്. ഏറ്റവും കുറഞ്ഞത്, അതായത് ഏറ്റവും മോശം സാഹചര്യത്തിലും 5,000 വോട്ടിൻ്റെയെങ്കിലും കുറഞ്ഞ ഭൂരിപക്ഷം ഉറപ്പാക്കാൻ കഴിയും എന്നുള്ളതാണ് UDF ക്യാമ്പ് പറയുന്നത്. എന്നാൽ 8,000 മുതൽ 15,000 വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉറപ്പായും ലഭിക്കും എന്നാണ് പാർട്ടി കണ്ടെത്തിയിരിക്കുന്ന ഒരു കണക്ക്. അങ്ങനെയല്ല സംഭവിക്കുന്നത് എങ്കിൽ പോലും ഏറ്റവും കുറഞ്ഞാലും 5,000 വോട്ടിന് ജയിക്കും എന്നുള്ളതാണ്. അതിന് അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, പിരായിരി പഞ്ചായത്തിൽ, തങ്ങളുടെ ശക്തിദുർഗമായ ആ പഞ്ചായത്തിൽ മികച്ച ഭൂരിപക്ഷം നേടാൻ UDFിന് സാധിക്കുമെന്നുള്ളതാണ് അവർ കണക്ക് കൂട്ടുന്നത്. ഒപ്പം തന്നെ CPMന് സ്വാധീനമുള്ളതാണെങ്കിലും കണ്ണാടിയിലും മാത്തൂരിലുമൊക്കെ മികച്ച വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതായത് മികച്ച രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും, LDFിന് ഏതാണ്ട് ഒപ്പം എത്താൻ തന്നെ കഴിയുമെന്നുള്ളത് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. നഗരസഭാ മേഖലകളിലും കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന അതേ ആധിപത്യം നിലനിർത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയും അവർ പങ്കുവെക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ വിജയം ഉറപ്പാണ് എന്നുള്ളതാണ്. അപ്പോഴും ഏറ്റവും അധികം നെഞ്ചെടുപ്പ്, ഈ വോട്ടിംഗ് ശതമാനം പൊതുവിൽ കുറഞ്ഞതിൽ ഏറ്റവും അധികം ചെങ്കെടുപ്പുള്ളതും UDFിന് തന്നെയാണ്. ഏറ്റവും അധികം പ്രതിസന്ധികൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒട്ടേറെ വിവാദങ്ങൾ, അതിൽ നീല ബാഗിന് വിവാദമുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ വന്ന LDFിൻ്റെ ഈ സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ, സുപ്രഭാതം, സിറാജ് പത്രങ്ങളിൽ വന്ന LDFിൻ്റെ പരസ്യം,
പക്ഷേ ഇതെല്ലാം തങ്ങൾക്ക് അനുകൂലമായി അവസാനം ഭവിച്ചു എന്നുള്ളതാണ് UDF കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ വിജയത്തിൽ കുറഞ്ഞ ഒന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും നേരിയ ഒരു ആശങ്ക ഉള്ളത് ഈ പൊതുവിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിലാണ്. അത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകുമോ, അതുപോലെ തന്നെ ഒട്ടേറെ ആഭ്യന്തര പ്രശ്നങ്ങൾ പാർട്ടിക്കകത്ത് പാലക്കാട് ഉണ്ടായിരുന്നു, അതൊക്കെ തിരിച്ചടിയാകുമോ എന്നൊക്കെയുള്ള ചില സന്ദേഹങ്ങൾ ഉണ്ട് എങ്കിൽ പോലും വിജയം ഉറപ്പ് എന്ന നിലയിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ആ നിലയിൽ നാളെ വിജയം ആഘോഷിക്കാനുള്ള ഒരു മൂഡിലേക്ക് തന്നെ UDF ക്യാമ്പ് എത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതെ, വലിയ ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ്